അതിദാരിദ്ര്യമുക്ത കേരളത്തിന്റെ പ്രചാരണ പരിപാടിക്ക് സർക്കാർ വകമാറ്റിയത് 1.5 കോടി. ഷെൽട്ടർ നിർമ്മിക്കാൻ നീക്കിവെച്ച തുകയിൽ നിന്നാണ് വകമാറ്റിയത്. പത്രപരസ്യങ്ങൾക്കും ഉദ്ഘാടന പരിപാടിക്കുമാണ് ഈ തുക വകമാറ്റിയത്. ഉമേഷ് ബാലകൃഷ്ണൻ ചെയ്തു. ഉമേഷ്, നേരത്തെ എം പി രാജേഷ് പറയുകയായിരുന്നു, അതിദാരിദ്ര്യമുക്ത പരിപാടിക്കായി ചെലവഴിച്ചതിന്റെ ഒരു ചെറിയ ശതമാനം പോലും അതിന്റെ പരിപാടിക്കും അതിന്റെ പരസ്യനോ ഇല്ല. അത് ആഘോഷിക്കപ്പെടേണ്ട പരിപാടിയാണ്. അതുകൊണ്ട് ആ തുകയിൽ സർക്കാർ ഒരു വലിയ തുകയെ കണക്കാക്കുന്നില്ല എന്ന് പറയുകയായിരുന്നു എം പി രാജേഷ്. ഉമേഷ്, ഹഷ്മി, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതി തയ്യാറാക്കുമ്പോൾ അതിദാരിദ്ര്യമുക്ത കേരളം എന്നുള്ള പദ്ധതിക്ക് വേണ്ടി PR പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം മാറ്റിവെച്ചിരുന്നില്ല. ഇത് കഴിഞ്ഞ 29-ാം തീയതിയാണ് ഈ ഉത്തരവ് ഇറങ്ങുന്നത്. നേരത്തെ തന്നെ ഷെൽട്ടർ നിർമ്മാണത്തിന് വേണ്ടി 52 കോടി 80 ലക്ഷം രൂപ മാറ്റിവെച്ചിരുന്നു. അതിൽ നിന്നാണ് 1 കോടി 50 ലക്ഷം രൂപ ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതായത് ഇന്ന് എല്ലാ പത്രങ്ങളുടെയും മുൻ പേജിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരസ്യമുണ്ട്. അതുകൂടാതെ ഇന്ന് വൈകിട്ടത്തെ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന പ്രചാരണ പരിപാടിയുണ്ട്. ആ പരിപാടികൾക്കെല്ലാമായാണ് ഈ 1.5 കോടി രൂപ ഇപ്പോൾ വകമാറ്റിയിരിക്കുന്നത്. അതിന് കാരണം പറയുന്നത് ഈ ഒരു 52 കോടി 80 ലക്ഷം രൂപ നേരത്തെ തന്നെ ഷെൽട്ടർ നിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെച്ചെങ്കിലും ഈ അതിദാരിദ്ര്യ മുക്ത കേരളം എന്നുള്ള പദ്ധതിക്ക് വേണ്ടി സ്പോൺസർമാരിൽ നിന്നും മറ്റ് ദാനം നൽകാൻ, അതായത് വസ്തു പണം നൽകി വാങ്ങാവുന്ന സാഹചര്യം ഉണ്ടായില്ല. അതല്ലാതെ തന്നെ പലരും സൗജന്യമായി നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിന് മാറ്റിവെച്ചിരുന്ന തുക ഇപ്പോഴും പൂർണ്ണമായി ചെലവഴിക്കേണ്ടി വന്നില്ല. ബാക്കി പണം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് IEC പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ തുക 1.5 കോടി രൂപ വകമാറ്റിയത് എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകുന്ന വിശദീകരണം. ലക്ഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.